കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കരാറുകൾ കോൺഗ്രസ് സർക്കാരിന് ATM മെഷീനുകളായിരുന്നുവെന്നാണ് മോദി പറയുന്നത്. മുൻ കോൺഗ്രസ് സർക്കാരുകൾ പ്രതിരോധ കരാറുകളെ ATM മെഷീനായാണ് ഉപയോഗിച്ചതെന്നും സുതാര്യവും വിശ്വാസയോഗ്യവുമായ പ്രതിരോധ കരാറുകൾ അവർക്ക് സങ്കല്പിക്കാനാവില്ലെന്നും മോദി പറയുന്നു. പ്രതിരോധ കരാറുകളിൽ അവരുടെ താൽപര്യങ്ങൾ മാത്രമാണ് പരിഗണിച്ചതെന്നും സേനകളുടെ താൽപര്യം അവർ ശ്രദ്ധിച്ചിരുന്നില്ലെന്നും മോദി കുറ്റപ്പെടുത്തി. റിപ്പബ്ലിക് ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ കോൺഗ്രസിനെതിരെയുള്ള ഈ രൂക്ഷ പരാമർശം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമില്ലെന്നും NDA 300-ലേറെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടു. മോദി ആരാണെന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പാവപ്പെട്ടവർക്കുമായി മോദി എന്തെല്ലാം ചെയ്തെന്ന് അവർക്കറിയാം. മോദിയുടെ പ്രവൃത്തിയും കാഴ്ചപ്പാടും അവർക്കറിയാം. ഈ തിരഞ്ഞെടുപ്പിൽ 2014-നേക്കാൾ വലിയ വിജയം BJP നേടും, മോദി വിശദീകരിച്ചു. കുടുംബവാഴ്ച ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും രൂക്ഷമായാണ് വിമർശിച്ചത്. ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നാണ് ഒരു കുടുംബത്തിലെ 4 തലമുറകളും ഈ രാജ്യത്തോട് സംസാരിച്ചതെന്നും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ആവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷവും താൻ കർമ്മനിരതനായ പ്രധാനമന്ത്രിയായിരുന്നുവെന്നും ജനങ്ങൾക്കിടയിലാണ് താൻ പ്രവർത്തിച്ചതെന്നും മോദി അവകാശപ്പെട്ടു. ജനങ്ങൾ എനിക്കൊരു ജോലി നൽകി, അതിനാൽ സ്വന്തം കാര്യത്തിനായി ജീവിക്കാൻ എനിക്ക് അവകാശമില്ല. ഞാൻ ഈ രാജ്യത്തിനായി ജീവിക്കും. ജനങ്ങൾ എത്ര കാലം എനിക്ക് സമയം നൽകുന്നുവോ അത്രയും ഞാൻ രാജ്യത്തിനായി ജീവിക്കുമെന്ന് മോദി വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.